ഹായ് ഹലോ ഇന്നത്തെ ഈ വീഡിയോയിൽ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് ടേം സാമ്പിൾ പ്രാക്ടീസ് പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ടേം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കുറച്ച് നിർദ്ദേശങ്ങളുണ്ടാകും. അതെല്ലാം നന്നായിട്ട് വായിക്കുക. ഇനി 1 മുതൽ 5 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓരോന്നിനും ഒരു സ്കോർ വീതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലെ ആദ്യത്തെ ചോദ്യം, ആരുടെ ഭരണകാലത്താണ് ദ്രാവിഡ ശൈലി എന്ന ദക്ഷിണേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ ശൈലി രൂപപ്പെട്ടത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പാണ്ഡ്യർ, പല്ലവന്മാർ, ചോളന്മാർ, ശതവാഹന്മാർ. ആരാണ്? പല്ലവരാണ് അല്ലേ? പല്ലവന്മാരാണ്. രണ്ടാമത്തെ ചോദ്യം, രാഷ്ട്രപതിയുടെ രാജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തേത്, രാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് പ്രധാനമന്ത്രിക്കാണ്. രാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. രാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് ക്യാബിനറ്റ് മന്ത്രിക്കാണ്. ഏതാണ് ആൻസർ? രാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് ഉപരാഷ്ട്രപതിക്കാണ് എന്നാണ് ആൻസർ. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ്. കർണാടകമാണ്. ഇനി നാലാമത്തെ ചോദ്യം, സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ സ്ഥാപനം ഏതാണെന്ന് എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂചന, ന്യൂഡൽഹിയിലാണ് കമ്മീഷൻ്റെ ആസ്ഥാനം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത്. രാഷ്ട്രപതിക്കാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 1993 ഒക്ടോബർ 12 നിലവിൽ വന്നു. ഇലക്ഷൻ കമ്മീഷൻ, ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഏതാണ്? ഡി ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത്, തൃതീയ മേഖലയുമായി ബന്ധപ്പെട്ടത് ഏത്? ഖനനം, വാർത്താവിനിമയം, മത്സ്യബന്ധനം, വൈദ്യുതി. വാർത്താവിനിമയമാണ് ആൻസർ വരുന്നത്. അടുത്തത്, 6 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നുള്ളതാണ് ചോദ്യം. ഓരോന്നിനും 3 മാർക്ക് വീതമാണ്. അതിൽ 6ാമത്തെ ചോദ്യം, ഹരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിൽ 1ാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നാണ്. എന്താണ്? ആസൂത്രിതമായ നഗരങ്ങൾ, കൈത്തൊഴിൽ, കച്ചവടത്തിൻ്റെ സാന്നിധ്യം, ആസൂത്രിതമായ വീടുകൾ, തെരുവ് വീഥികൾ, ചാലുകൾ, ധാന്യപ്പുരകൾ എന്നിവയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. അടുത്ത ചോദ്യം 7, കാശ്മീർ ഹിമാലയത്തിൽ ദാൽ തടാകത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. വിശദമാക്കുക. എന്താണ് ആൻസർ? ശുദ്ധജല തടാകം ശ്രീനഗർ പട്ടണം ഈ തടാകത്തിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്നു. വിനോദസഞ്ചാരം, വാണിജ്യ കേന്ദ്രം അതൊക്കെ ഉള്ളത് കൊണ്ടാണ്. അടുത്തത് 8ാമത്തെ ചോദ്യം, ഗുപ്ത ഭരണകാലത്ത് സംസ്കൃത സാഹിത്യത്തിന് രാജകീയ പ്രോത്സാഹനം ലഭിച്ചു. പ്രസ്താവന സാധൂകരിക്കുക. എന്താണ്? സംസ്കൃതം ഭരണഭാഷയായിരുന്നു. ബുദ്ധമതക്കാർ പോലും സംസ്കൃതത്തിൽ രചനകൾ നടത്തി. സംസ്കൃത ഭാഷയിൽ നാടകങ്ങൾ, കാവ്യങ്ങൾ, വ്യാകരണം, നിഘണ്ടു തുടങ്ങിയവ ഇക്കാലത്ത് രചിക്കപ്പെട്ടു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവ എന്തെന്ന് വ്യക്തമാക്കുക. വൃഷ്ടിപ്രദേശം, നീർത്തടം, സി ജലവിഭാജകം. എ, ഒരു നദിയിലേക്ക് ജലം എത്തുന്ന നിശ്ചിത പ്രദേശം. ബി, ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശം. സി, 2 നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി. അടുത്തത് 10ാമത്തെ ചോദ്യം, ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന വിവിധ തരം തൊഴിലില്ലായ്മകൾ ഏതെല്ലാം? പ്രകടമായ തൊഴിലില്ലായ്മ, ഘടനാപരമായ തൊഴിലില്ലായ്മ, കാലികമായ തൊഴിലില്ലായ്മ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. അടുത്തത് 11ാമത്തെ ചോദ്യം, കേരളത്തിലെ ഉയർന്ന ആയുർദൈർഘ്യത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഉയർന്ന സാക്ഷരതാ നിരക്കും, ഉന്നത വിദ്യാഭ്യാസവും, ശുചിത്വം, ഭക്ഷ്യതയും, പൊതുവിതരണവും, വികേന്ദ്രീകൃത പൊതുജനാരോഗ്യ നയം.
അടുത്ത ചോദ്യം, കൃത്യമായ സ്ഥിതിവിവരക്കണക്കുകളുടെ അഭാവം ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ ഒരു പരിമിതിയാണ്. മറ്റേതെങ്കിലും 3 പരിമിതികൾ എഴുതുക എന്നതാണ് ചോദ്യം. ഏതാണ്? സാധന സേവനങ്ങളുടെ പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപാദന ഘട്ടങ്ങളിൽ രേഖപ്പെടുത്താനുള്ള സാധ്യത, ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സ്വന്തം ആവശ്യങ്ങൾക്കു വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൽ പെടുന്നില്ല. വിപണിയിൽ വില നിശ്ചയിക്കപ്പെടാത്ത സാധനങ്ങളും സേവനങ്ങളും സാധാരണയായി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല. ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ അതിവിശാലമായ ഉഷ്ണ മരുഭൂമി ഏത്? ഇതിൻ്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതുക. ഥാർ മരുഭൂമി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം 1.75 ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ്. 14ാമത്തെ ചോദ്യം, നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നു. വ്യക്തമാക്കുക. എന്തുകൊണ്ടാണ്? നിയമനിർമ്മാണ കാര്യനിർമ്മാണ വിഭാഗങ്ങൾ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു. ഭരണഘടന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നു. ഇനി 15 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 10 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 4 സ്കോർ വീതമാണ്. 15ാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷന്റെ ചുമതലകൾ വിശദമാക്കുക. എന്താണ്? സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളെയും വിവേചനങ്ങളെയും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. ലിംഗനീതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലെ നയരൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക. സ്ത്രീ സുരക്ഷയ്ക്കായി ഭരണഘടന വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക. 16ാമത്തെ ചോദ്യം, ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നു. കാരണങ്ങൾ എന്തെല്ലാം? കാലാവസ്ഥയെ മിതപ്പെടുത്തുന്നു. സമുദ്രത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ പർവ്വതനിരകളിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു. പശ്ചിമേഷ്യയിൽ നിന്ന് വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യൻ്റെ അയനം. 17ാമത്തെ ചോദ്യം, ഭൂപടം നിരീക്ഷിച്ച് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഭൂപടം കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഉപദ്വീപീയ നദികൾ ഏറ്റവും നീളം കൂടിയത് ഏത്? കൃഷ്ണനദിയുടെ പ്രധാന പോഷക നദികളുടെ പേര് എഴുതുക. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നദീതടം ഉൾക്കൊള്ളുന്നതും പടിഞ്ഞാറോട്ട് ഒഴുകുന്നതുമായ ഒരു നദിയുടെ പേരെഴുതുക. ഡി. കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത് എന്നും ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ 4 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1ാമത്തെ ചോദ്യം ഗോദാവരി, 2ാമത്തത് തൃങ്കഭദ്ര, 3ാമത്തത് നർമ്മദ താപ്തി, 4ാമത്തത് കൃഷ്ണ. അല്ലേ? അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 18ാമത്തത്, രാജ്യഭരണം നിർവഹിക്കുക എന്നത് മന്ത്രിസഭയുടെ ചുമതലകളിൽ ഒന്നാണ്. മറ്റ് ചുമതലകൾ ലിസ്റ്റ് ചെയ്യുക. എന്തൊക്കെയാണ്? നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. 19ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസം എപ്രകാരമാണ് രാജ്യ പുരോഗതിക്ക് കാരണമാകുന്നത് എന്നതിനെ കാണിക്കുന്ന ചിത്രം നൽകിയിരിക്കുന്നു. ഇതിൽ വിട്ടുപോയവ കണ്ടെത്തി എഴുതുക. എ എന്താണ്? കഴിവ് വർദ്ധിപ്പിക്കുന്നു. ബി എന്നുള്ളത് നൈപുണ്യ വികാസമാണ്. സി മെച്ചപ്പെട്ട തൊഴിലാണ്. ഡി മെച്ചപ്പെട്ട ജീവിത നിലവാരമാണ്. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം, ജനസംഖ്യാ ലാഭവിഹിതത്തിൻ്റെ നേട്ടങ്ങൾ എന്നിവ വിശദമാക്കുക. എന്താണ്? സജീവ പ്രായത്തിലുള്ളവരിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം തൊഴിലെടുക്കാത്തവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാകുന്നതിനെ ജനസംഖ്യാ ലാഭവിഹിതം എന്ന് പറയുന്നു. നേട്ടങ്ങൾ എന്തൊക്കെയാണ്? രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി വർദ്ധിക്കുന്നു, രാജ്യത്തിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നു, രാജ്യത്തിന് ഉയർന്ന മനുഷ്യ വിഭവശേഷി ലഭിക്കുന്നു.
അടുത്ത ചോദ്യം 21-ാമത്തത്. സംഘടിത അസംഘടിത മേഖലകളുടെ ഓരോ സവിശേഷതകൾ നൽകിയിരിക്കുന്നു. മറ്റ് സവിശേഷതകൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. സംഘടിത മേഖല രജിസ്റ്റർ ചെയ്യപ്പെട്ട തൊഴിൽ മേഖലയാണ്. അസംഘടിത മേഖല രജിസ്റ്റർ ചെയ്യപ്പെടാത്ത തൊഴിൽ മേഖല. ബാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ബാക്കി? താരതമ്യേന കൂടിയ ശമ്പളമാണ് സംഘടിത മേഖല, തൊഴിൽ സുരക്ഷിതത്വമാണ് സംഘടിത മേഖല. ഇനി അസംഘടിത മേഖലയിൽ താരതമ്യേന കുറഞ്ഞ ശമ്പളമാണ്, തൊഴിൽ സുരക്ഷിതത്വമില്ലായ്മയാണ് അസംഘടിത മേഖലയിൽ. 22-ാമത്തെ ചോദ്യം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന വിശദമാക്കുക. എന്തൊക്കെയാണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ 2 കമ്മീഷണർമാരും ചേർന്നതാണ്. അംഗങ്ങളെ രാഷ്ട്രപതി നിയമിക്കുന്നു. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സുവരെയാണ് കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധി. ഇംപീച്ച്മെൻറ്റിലൂടെ മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തലസ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാൻ സാധിക്കൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ്. അടുത്ത ചോദ്യം 23-ാമത്തത്. എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുക. സ്വപ്നവാസവദത്വം, അമരകോശം, മത്ത് വിലാസ പ്രഹസനം, മൃശ്ചഘടികം. അമരസിംഹൻ, ഭാസൻ, ശൂദ്രകൻ, മഹേന്ദ്രൻ വർമ്മൻ. നോക്കാം നമുക്ക്. എന്താണ്? സ്വപ്നവാസവദത്വം ഭാസനാണ്, അമരകോശം അമരസിംഹൻ, മത്തവിലാസ പ്രഹസനം മഹേന്ദ്രവർമ്മൻ, മൃശ്ചഘടികം ശൂദ്രകൻ. 24-ാമത്തെ ചോദ്യം. മരുഭൂമികളുടെ 2 വിഭാഗങ്ങൾ ഏതെല്ലാം? വിശദമാക്കുക. ശീതമരുഭൂമികൾ ധ്രുവപ്രദേശങ്ങളിലും മിതശീതോഷ്ണ പ്രദേശങ്ങളിലും പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ശീതമരുഭൂമികൾ. ഇനി ഉഷ്ണമരുഭൂമികൾ എന്താണ്? പൊതുവെ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ. അടുത്തത് 25-ാമത്തെ ചോദ്യം. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവ വിശദമാക്കുക. എ സംഘങ്ങൾ, 2 ബി സ്തൂപങ്ങൾ. അല്ലേ? എന്താ നോക്കാം. സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തൂപങ്ങൾ നോക്കാം ഫസ്റ്റ്. ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് സ്തൂപങ്ങൾ. അർദ്ധവൃത്താകൃതിയിലുള്ളവയാണ് ഇവ നിർമ്മിക്കുന്നത്. കൊത്തുപണികളാൽ സമ്പന്നമാണ് സ്തൂപങ്ങൾ. ഇനി സംഘങ്ങൾ എന്താണ്? ബുദ്ധമത പ്രചാരണത്തിനായി സന്യാസിമാരുടെ സംഘങ്ങൾ രൂപീകരിച്ചിരുന്നു. ജാതിലിംഗ പരിഗണനകൾ ഒന്നും കൂടാതെ എല്ലാവരെയും സംഘത്തിൽ ഉൾപ്പെടുത്തി. സംഘത്തിലെ സ്ത്രീകൾ ഭിക്ഷുണികൾ എന്നും പുരുഷന്മാർ ഭിക്ഷുക്കൾ എന്നുമാണ് അറിയപ്പെട്ടത്. അടുത്ത ചോദ്യം. മനുഷ്യ മൂലധന രൂപീകരണവും ദാരിദ്ര്യവും എന്ന ശീർഷകത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ദാരിദ്ര്യം. കുറഞ്ഞ വരുമാനമാണ് മനുഷ്യനെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നത്. കുറഞ്ഞ വരുമാനം കാരണം മനുഷ്യന് വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ വരികയും അത് കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അടുത്ത സെക്ഷൻ 27-28 ചോദ്യങ്ങൾക്ക് നിർദ്ദേശാനുസരണം ഉത്തരം എഴുതുക. 27-ാമത്തെ ചോദ്യം. എ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനങ്ങൾ ഏവ? ഏതെങ്കിലും 2 എണ്ണത്തിൻ്റെ സവിശേഷതകൾ വിശദമാക്കുക. അല്ലെങ്കിൽ ബി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള രീതികൾ എന്തെല്ലാം? ഏതെങ്കിലും 2 രീതികൾ വിശദമാക്കുക. 27 എ നോക്കാം. കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ്. ഇനി കറുത്ത മണ്ണ് എന്താണ്? ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നു. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ, പ്രധാനമായും കർണാടകം, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായും കാണപ്പെടുന്നു. ഇനി ചെമ്മണ്ണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽരൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് ഉണ്ടാകുന്നു. പൊതുവെ ചെമ്മണ്ണ് എന്ന് വിളിക്കുമെങ്കിലും ചിലയിടങ്ങളിൽ ഇത് തവിട്ട് ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ഈ മണ്ണിൽ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് ചുവപ്പ് നിറത്തിൻ്റെ പ്രധാന കാരണം. ഇനി അടുത്തത് ലാറ്ററൈറ്റ് മണ്ണ്. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലെ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ്
തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ്. പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യ സത്പുത പർവ്വതങ്ങൾ, മാൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മുഖ്യമായും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. പൊതുവെ ഫലപുഷ്ടി കുറഞ്ഞ ഈ മണ്ണിനം കൃഷിയോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ തേയില, റബ്ബർ, കാപ്പി, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായി വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്നു. അടുത്തത് പർവ്വത മണ്ണ്. ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവ്വഘട്ട മലനിരകളിലാണ്. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക്, പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖലാ പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് പർവ്വത മണ്ണ് അനുയോജ്യമാണ്. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഉൽപ്പന്ന രീതി, വരുമാന രീതി, ചെലവ് രീതി. ഉൽപ്പന്ന രീതി എന്താണ്? ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യത്തെ അടിസ്ഥാനമാക്കി വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി. വിവിധ മേഖലകളിൽ നിന്നും ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന എത്രത്തോളം എന്ന് തിരിച്ചറിയുന്നതിനും അതത് മേഖലകൾക്ക് അർഹമായ പ്രാധാന്യം ഉറപ്പുവരുത്തുന്നതിനും ഇത് സഹായിക്കുന്നു. ഇനി വരുമാന രീതി എന്താണ്? ഒരു സാമ്പത്ത് വർഷത്തിൽ ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, അതായത് അധ്വാനം, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളാണ് പാട്ടം, വേതനം, പലിശ, ലാഭം തുടങ്ങിയവയുടെ പണമൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി. ചെലവ് രീതി എന്താണ്? ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഇത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനു വേണ്ടിയുള്ള ചെലവിനൊപ്പം നിക്ഷേപവും ചെലവായത് പരിഗണിക്കപ്പെടുന്നു. ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ് എന്നിവയോടൊപ്പം സർക്കാർ ചെലവും അറ്റകയറ്റുമതി മൂല്യവും ചേർന്നതാണ് രാജ്യത്തിൻ്റെ ആകെ ചെലവ്. ഇനി 28ാമത്തെ ചോദ്യം നോക്കാം. എന്താണ് 28ാമത്തേൽ 2 ചോദ്യമുണ്ട്. എ, ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ സൂചകങ്ങളായ കുടിയേറ്റം, പ്രായഘടന, ആശ്രിത അനുപാതം എന്നിവയെക്കുറിച്ച് വിവരിക്കുക. അല്ലെങ്കിൽ ബി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ദക്ഷിണേന്ത്യയിലേക്കുള്ള ഭൂമിദാനത്തിൻ്റെ വ്യാപനം സാമ്പത്തിക രംഗത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് വിശദമാക്കുക. ഈ 2 ക്വസ്റ്റ്യൻ ആൻസറും നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് കുടിയേറ്റം? ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. കുടിയേറ്റം 2 തരത്തിലുണ്ട്. ആഭ്യന്തര കുടിയേറ്റം, രാജ്യാന്തര കുടിയേറ്റം. കുടിയേറ്റം ഒരു പ്രദേശത്തിൻ്റെ ജനസംഖ്യ ഘടനയിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഇനി ആശ്രിതാനുപാതം എന്ന് പറഞ്ഞാലോ, 15 താഴെയും 64 മുകളിലും പ്രായഘടനയിൽ ഉള്ളവർ ആശ്രിത വിഭാഗത്തിൽ പെടുന്നു. ജനസംഖ്യയിലെ ആശ്രിത വിഭാഗത്തെയും തൊഴിലെടുക്കുന്ന വിഭാഗത്തെയും താരതമ്യം ചെയ്യുന്ന മാനദണ്ഡ ധൂപ കായാന്തരിക ശിലകൾക്ക് ആശ്രിതം അനുപാതം എന്ന് പറയുന്നു. ആശ്രിത അനുപാതം ഒരു രാജ്യത്തെ സാമ്പത്തിക ക്ഷമതയെ ഒരു പരിധിവരെ സ്വാധീനിക്കുന്നു. ഇനി ജനസംഖ്യാ പ്രായഘടന. ജനസംഖ്യാ ക്രമീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട സൂചകമാണ് ജനസംഖ്യാ പ്രായഘടന. ജനസംഖ്യാ പുരോഗതി, ശരാശരി ആയുർദൈർഘ്യം എന്നിവയിലുള്ള മാറ്റങ്ങൾ പ്രായഘടനയെ സ്വാധീനിക്കുന്നു അല്ലേ. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ദക്ഷിണേന്ത്യയിലെ സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും ബ്രാഹ്മണർക്ക് ഉയർന്ന സ്ഥാനം ലഭിച്ചു. കൃഷി വികസിക്കുന്നതിന് കാരണമായി. രാജാക്കന്മാരും ഗ്രാമ ഭരണകൂടവും ജലസംഭരണികൾ നിർമ്മിച്ചും ജലസേചന സംവിധാനം ഒരുക്കിയും കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. കൃഷിയുടെ ഉൽപാദനത്തിൻ്റെ മിച്ചം വ്യാപാരത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി. ആഭ്യന്തര വ്യാപാരത്തിനൊപ്പം സമുദ്ര വ്യാപാരവും വളർന്നു. സമൂഹങ്ങൾ എന്ന കച്ചവട കൂട്ടായ്മകൾ രൂപപ്പെട്ടു. കോർക്കെ, കായൽ പട്ടണം, പെരിയ പട്ടണം മുതലായ തുറമുഖങ്ങൾ വളർന്നു വന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.